10 മൃഗങ്ങളുടെ സ്വഭാവം ഗസാലി ഇമാം അവിടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ പറയാനുള്ള നേരമില്ല. മറ്റൊരു ആംഗിളിൽ പറഞ്ഞാൽ 4 പക്ഷികളുടെ സ്വഭാവം പറയുന്നുണ്ടല്ലോ. അർബഅത്തും മീന തുയൂരി തൊയ്യറു, 4 പക്ഷികളുടെ സ്വഭാവം മോനെ നീ ഒഴിവാക്കണം. ഏതാണ് 4 പക്ഷി? താഊസുനാദീക്കുൻ ഖുറാബുൻ നസ്റു, ഒന്ന് താഊസ് മയിൽ. അവിടെ താഊസുന നമ്മളെ മയിൽ എന്ന് പറയാൻ കാരണം ദേശീയ പക്ഷിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. താഊസുന നമ്മുടെ മയിൽ. ദീക്കുൻ പൂവങ്കോഴി, ഖുറാബുൻ കാക്ക, CROW മുകളിലൂടെ പറന്നു പോകുന്ന കാക്ക. നമ്മളെ ഈ ജില്ലയിലെ കാക്കയല്ല, മുകളിലൂടെ പറന്നു പോകുന്ന കാക്ക. ഖുറാബുന് അതാണ്. പിന്നെ നസ്റുൻ പരുന്ത്. എന്താ ഈ 4 പക്ഷികളുടെ ദുസ്വഭാവം? ഇതാണ് അബ്ദുൽ ഹവക്കാർക്ക് ആകപ്പാടുണ്ടാവുക. കിബറുൻ വ ഷഹ്വത്തുൻ വ ഹിർസുൻ വ ഉജുബ്. ഈ താഊസിനുണ്ടാകുന്ന മയിലിനുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കിബറാണ്. കിബർ പീലി വിടർത്തി കഴിഞ്ഞാൽ മൂപ്പർക്കൊരു തോന്നലാണ് ഞാനാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന്. അങ്ങനെ ഉണ്ടാവും. പർദ്ദൻ്റെ പുറത്ത് മാലയിട്ടാൽ ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരാൻ സാധ്യത ഉണ്ട്. ഓഡിയിലോ ഫോർച്യൂണറിലോ ഒക്കെ സ്ഥാപനത്തിൽ വന്നിട്ട് 2 ഓണക്കടിക്കുന്ന ആജിയമാർക്ക് അങ്ങനെ വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എന്തെങ്കിലും പുതിയൊരു സംവിധാനമോ മറ്റോ കിട്ടിയാൽ കിബറുണ്ടാവാൻ പാടില്ല. ക്യാൻസറൊക്കെ വന്ന ആകെപ്പാടെ സംഭവിക്കലും മരിക്കേ ചെയ്യുള്ളൂ. അതിൻ്റെ അപ്പുറമൊന്നും ആവുന്നു ചെയ്യില്ല. അതിൻ്റെ അപ്പുറം എന്താ വേണ്ടത്? പക്ഷെ കിബർ വന്നാൽ ചത്തുപോവും, ഈമാൻ അങ്ങ് നഷ്ടപ്പെടും. അതാണൊരു പ്രശ്നം. ലോകത്തെ എല്ലാ നബിമാരുടെയും ശത്രുക്കളുടെ മെയിൻ പ്രശ്നം കിബറാണ്. കിബറോ ഹസദോ അല്ലാത്തൊരു പ്രശ്നം ഒരു നബിയുടെയും ശത്രുവിനുണ്ടാവില്ല. ഇതിൽ 2-1 അവരുടെ പ്രശ്നം ഉണ്ടാവുക. കിബർ, അണുമണിത്തൂക്കം, ഒരു ചെറിയ തരി ഖൽബിൽ മിസ്കാല ദർറത്തിൻ മിൻ ഖർദൽ ഉണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പോകില്ല എന്ന് നുബുവത്തിൻ്റെ നാവ് കൊണ്ട് സ്വർഗോദ്ഘാടനം ചെയ്യേണ്ട ആളാ പറയണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ സ്വർഗത്തിലേക്കില്ല എന്ന്. കിബർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഗസാലി ഇമാം റഹിമഹുല്ലാഹ് തന്നെ ഇഹിയയിൽ എത്രയാ കാര്യങ്ങൾ പറയണത്. അതിലൊന്ന്, ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചാൽ മൂപ്പര് തെറ്റ് തിരുത്തൂല. നീ ആരോ പറയാൻ? സീനിയറായ ആൾ പറഞ്ഞാൽ സ്വീകരിക്കോട്ടോ. തങ്ങളോ ഉസ്താദൊക്കെ പറഞ്ഞാൽ ഒന്നിച്ചുള്ള സഹഭാരവാഹിയോ താഴെ സർക്കിളിലോ യൂണിറ്റിലുള്ള ആൾ പറയുമ്പോൾ മൂപ്പർക്ക് അല്ല മോനെ നീ ആരോ പറയാം, നമ്മൾ കുറേ കാലമായാലും സങ്കടം കണ്ടോ. അതാ ഒരു മട്ടം. അതൊരു പ്രശ്നമാണ് സംഭവം. ജൂനിയറായ ആൾ പറഞ്ഞ് തെറ്റാണെങ്കിൽ അത് തിരുത്തൂല മൂപ്പര്.